ഹേ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ദേ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ആട്ടോ. പട്ടായയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു നൈറ്റായിരുന്നു അത്. ലൈറ്റും സൗണ്ടും ഡാൻസും പാട്ടും ദേ മാജിക് ഷോയും. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കണതെന്ന് എനിക്ക് സത്യം പറഞ്ഞ് ഇപ്പോഴും അറിയത്തില്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പം അറിയാലോ, നമ്മൾക്കതൊരു കൗതുകമായിരുന്നു. എന്താ ഇപ്പം പറയുക, ഒരു വൈബായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷേ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, അവിടുത്തെ തിരക്കും സ്മെല്ലും. പക്ഷെ എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യും, ഒന്ന് കണ്ടിരിക്കണം ഇതൊക്കെ എന്താന്ന്. ഡാൻസും പാട്ടും മാത്രമല്ല, അവിടെ പബ്സ് ഉണ്ട്, പാർട്ടീസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ പല പല ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളതായിരുന്നു കേട്ടോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അവിടെ പോയിട്ടൊരു സ്പെഷ്യൽ സാധനം കഴിക്കാനായിരുന്നു. ദാ ദിവനെ. അത് പല സൈസിൽ പല വെറൈറ്റിയിൽ അവിടെ ഇരിക്കുന്ന കണ്ടോ. നമുക്കത് കറക്റ്റായിട്ട് അവരവിടെ കാണിച്ചു തരും. ഒരു തല മാത്രം കണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നല്ല ഫ്ലഷ് ആയിരുന്നു മൊത്തം. ഈ ഫ്ലഷിൽ നിന്ന് അവർ ഓരോ പീസ് നമ്മൾ പറയണതനുസരിച്ച് ചെത്തി വൃത്തിയാക്കി അവരുടെ മസാല ചേച്ച് ദേ പല പല സൈസിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. നല്ല നീറ്റായിട്ടാട്ടോ അവരുണ്ടാക്കണത്. ഇത് കഴിച്ച 2 വ്യക്തികളുള്ളൂ. അവർക്കതെന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് വേറൊരു സാധനം. ദാ ഈ അമ്മച്ചി അരിയണം മാമ്പഴം. ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരും ഗൈസ്. ഇത് ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആയിരുന്നു. എന്തുകൊണ്ടും എനിക്ക് നാട്ടിലെ ഫ്രൂട്ട്സിനേക്കാളും തായ്ലൻഡിലെ ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനൊക്കെ ഒരു പ്രത്യേക എന്താ പറയുക, അതൊരു ലൈവ്ലി ആയിരുന്നോ, ഒരു ഫ്രഷ്നെസ് ആയിരുന്നോ, സ്വീറ്റ്നെസ് ആയിരുന്നോ, എനിക്കറിയില്ല. പക്ഷേ ഈ മാമ്പഴമൊക്കെ തിന്നണമെന്ന് പറഞ്ഞ് ഒന്നും കൂടെ പോണ്ട വന്നാലും ഞാൻ ചിലപ്പോൾ പോയിന്ന് വരും. പിന്നെ ദേ ഈ കാണുന്ന സാധനമൊക്കെ കണ്ടു. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. ഒരു രാത്രി പോയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് എപ്പോഴോ റൂമിൽ വന്ന് മരിച്ചു കിടന്നുറങ്ങി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.